ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ മെറ്റീരിയൽസ് കുറച്ചുകൂടി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയല്ല കേട്ടോ, ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ടേബിളിൽ കുറച്ച് സംഭവങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ്. ഇത് നമ്മുടെ ഈ സോപ്പ് ബേസ് ഒരു രക്ഷയില്ലാട്ട, അത്രയ്ക്ക് അടിപൊളിയാണ്. നമ്മുടെ സോപ്പിന് നല്ല കട്ടി ഉണ്ടാവാനും പതയുണ്ടാവാനും എല്ലാം നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് മുതൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ബേസാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് തന്നെയല്ല, അലർജി ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ സ്കിന്നിൻ്റെ പ്രോബ്ലംസൊക്കെ പരിഹരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒത്തിരി കസ്റ്റമർ ഉണ്ട് കേട്ടോ എനിക്ക്. സ്കിന്നിന് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം സോപ്പ് ഉപയോഗിക്കുന്ന കുറേ കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെയുള്ള ഫസ്റ്റ് ക്വാളിറ്റി ബേസ് വെച്ചിട്ട് നിങ്ങൾ തന്നെ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കിയൊക്കെ ഉപയോഗിക്കട്ടോ. ഇനി കടയിലൊക്കെ കൊണ്ടുപോയി കാശ് കൊടുത്ത് വെറുതെ പൈസ കളയണ്ട. ഇതുപോലുള്ള ബേസൊക്കെ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ സെക്കൻഡ് ക്വാളിറ്റി ബേസ് ഞാൻ കവറിൽ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. സെക്കൻഡ് ക്വാളിറ്റി ബേസും അടിപൊളി ബേസാണ് കേട്ടോ. സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല പല കസ്റ്റമറും ചോദിച്ചിട്ട് എന്നോട് ചോദിക്കണേണ്, ഈ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ട് സോപ്പും ഒരേപോലെ ഉണ്ടല്ലോ, നല്ല കട്ടി ഉണ്ടല്ലോ, നല്ല പതയുണ്ട്, കട്ടിയുണ്ട് എന്നൊക്കെയാണ് പറയണേ കേട്ടോ. അപ്പം അത്രക്കും നല്ല ബേസുകളാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയൊക്കെ. പിന്നെ മോൾഡുകൾ ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ഈ ഒരു പിയേഴ്സിൻ്റെ 100 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. പിന്നെ പിയേഴ്സിൻ്റെ തന്നെ 90 ഗ്രാമിൻ്റെ ഉണ്ട്. പിന്നെ ഇത് 50 ഗ്രാമിൻ്റെ. പിന്നെ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള മോൾഡ് ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ 10 ഗ്രാമിൻ്റെ മോൾഡ് കേട്ടോ. കുറച്ച് കസ്റ്റമറൊക്കെ ഉണ്ട് ഡെയിലി ഒരു സോപ്പ് വീതം ഒരു സോപ്പ് ഉപയോഗിക്കണത്. എന്നിട്ട് അത് ഒരു സോപ്പ് ഡെയിലി ഉപയോഗിക്കും, പിന്നെ അതങ്ങോട്ട് കളയും. അങ്ങനത്തെ കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഡെയിലി ഓരോ സോപ്പ് മാത്രം ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ 10 ഗ്രാമിൻ്റെ മോൾഡ് എടുത്തേക്കണേ കേട്ടോ. പിന്നെ നമ്മുടെ അലോവേര ജെല്ല് അത്രയ്ക്ക് അടിപൊളി ജെല്ലാണ് കേട്ടോ. അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഈ ജ്യൂസൊക്കെ ചേർക്കാതിരിക്കലാണ് നല്ലത് കേട്ടോ. അലോവേരയുടെ ആയാലും നീമിൻ്റെ ഒക്കെ ആയാലും അതിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റും അങ്ങനെയൊക്കെ ചേർക്ക്. അല്ലെങ്കിൽ പിന്നെ അതേ അലോവേരയുടെ സോപ്പാണെങ്കിൽ അലോവേര ജെല്ലൊക്കെ ചേർക്കണമായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നല്ല ക്ലിയർ ജെല്ലാണിത്, നല്ല റിസൾട്ടുള്ളതാണ് കേട്ടോ. ഒത്തിരി പേര് എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് ഈ അലോവേര ജെല്ലിനെ കുറിച്ച് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നല്ല അലോവേര ജെല്ലാണ്. പിന്നെ നമ്മുടെ ഷാംപൂ ബേസ് ഇതുപോലുള്ള ഓരോ കിലോയുടെ ബോട്ടിലാക്കിയിട്ട് ആവശ്യക്കാർക്ക് അയച്ചു തരാം കേട്ടോ. നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ബേസാണ് കേട്ടത്. അതുപോലെ ഫേസ് വാഷ് ബേസും ഷാംപൂ ബേസൊക്കെ ഇതുപോലെ ഓരോ കിലോയുടെ ബോട്ടിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. നമ്മളത് ഷിയ ബട്ടറിൻ്റെ ബേസാണത്, കണ്ടില്ലേ? ഇത് കണ്ടത് ഞാൻ കവറിൽ നിന്ന് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ മഴയായതുകൊണ്ട് പെട്ടെന്ന് സോപ്പിലേക്ക് ഈർപ്പം വരുവേ. അതുകൊണ്ടാണ് ഞാനിത് സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ഞാനിത് കവറിൽ വെച്ച് കാണിക്കാൻ കാര്യം അതാണ്. ഞാൻ ഒന്നും അങ്ങനെ പുറത്തേക്ക് എടുത്ത് വെക്കൂല കേട്ടോ. നിങ്ങളാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് വെക്കരുത്, എപ്പോഴും നല്ല കവർ ചെയ്ത് വെക്കണം കേട്ടോ. ഇത് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് കേട്ടോ. നല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ്, ബേസുകളെല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. അതുപോലെ കവറുണ്ട് കേട്ടോ. ഇതൊരു ബണ്ടിലായിട്ടാണ് വന്നത്. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെ നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള നല്ല കവറാണ്. 100 ഗ്രാമിൻ്റെ സോപ്പ് ഇടാൻ പറ്റിയ നല്ല കവറാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.